നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുക? കടല എന്നാണോ കപ്പലണ്ടി എന്നാണോ? ഞങ്ങളിവിടെ കപ്പലണ്ടി എന്ന് പറയും. നല്ല കപ്പലണ്ടി വറുത്തത് പെർഫെക്റ്റായിട്ട് മൈക്രോവേവിലൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ഇവിടെ 1/2 കിലോ കപ്പലണ്ടിയാണ് വറുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് എടുക്കുക. 1/4 കിലോ വീതം 250 ഗ്രാം വീതം ആണ് ഞാൻ വറുക്കുന്നത്. 250 ഗ്രാം അളന്നെടുക്കുക. മൈക്രോവേവിലോട്ട് വെച്ചിട്ട് 1 മിനിറ്റ് ഹൈ പവറിൽ മൈക്രോവേവ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് തുറന്ന് ഇളക്കുക. എല്ലായിടും ഒന്നും മുരിയണ്ടേ, അതിനായിട്ട് ഇളക്കുക. ഇതിപ്പോൾ ആദ്യം 1 മിനിറ്റൊക്കെ ആയതുകൊണ്ട് കയ്യിലെടുക്കാൻ പറ്റിയേ, അല്ലെങ്കിൽ നല്ല ചൂടാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഇളക്കിയാൽ മതി. വീണ്ടും ഹൈ പവറിൽ 1 മിനിറ്റ് മൈക്രോവേവ്. ഇങ്ങനെ ഓരോ മിനിറ്റ് വീതം കപ്പലണ്ടി ഹൈ പവറിൽ മൈക്രോവേവ് ചെയ്തെടുക്കണം. ഓരോ മിനിറ്റ് കൂടുമ്പോൾ അത് തുറന്ന് ഇളക്കിയിടണേ. ഇതുപോലെ ചെയ്താൽ മതി. കയ്യിലെടുക്കുമ്പോൾ കൈ പൊള്ളും. നാല് മിനിറ്റ് കഴിയുമ്പം അതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ബാക്കിയും കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ 4 മിനിറ്റ് വീതം, ബാക്കിയും 250 ഗ്രാം ഉണ്ടല്ലോ, അതും ഓരോ മിനിറ്റ് വീതം ഹൈ പവറിൽ മൈക്രോവേവ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇപ്പം എല്ലാം വറുത്ത് കഴിഞ്ഞു. അതിൻ്റെ സ്വരം ഇത് നല്ലപോലെ വറുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് മാത്രം ഇടുവാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം. പിന്നെ ഞാനിവിടെ മസാല കപ്പലണ്ടി പോലെ ആക്കുന്നത്, അതുകൊണ്ട് ഉപ്പും മുളകും എല്ലാം ചേർക്കുന്നുണ്ട്. മുളക് പൊടി അതിനായിട്ട് ഒരു ടീസ്പൂണോളം, കട്ടി അത്രയും മതി, വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. മുളക് പൊടി ഞാൻ മൊത്തം ഒരു സ്പൂണോളമാണ് ചേർത്തേക്കുന്നത്. പിന്നെ കായപ്പൊടി, ആ കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പലണ്ടി വറുത്തതിന് ആ രുചി കൊടുക്കുന്ന കായപ്പൊടിയാണല്ലോ, അപ്പോൾ അത് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളും പിന്നെ കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ചേർത്തില്ലെന്നേ ഉള്ളൂ. ഒരു പരന്ന പാത്രത്തിലോട്ട് അത് നിരത്തിയിടുക, ചൂടാറാൻ വേണ്ടി. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. കണ്ടോ, ആ കിലുകിലാന്നുള്ള സ്വരം കേട്ടോ? നന്നായിട്ട് വറുത്തിരിക്കുകയാണ്. കണ്ടോ, തൊലിയൊക്കെ എളുപ്പം പോകുക. സ്വരം കേട്ടോ തൊലി കളയുമ്പോൾ? ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.